അങ്ങാണു നായക എൻ മധ്യസ്ഥൻ, സ്വർഗാധിരാജനോട് പ്രാർത്ഥിക്കണേ. അങ്ങാണു നായക എൻ മധ്യസ്ഥൻ, സ്വർഗാധിരാജനോട് പ്രാർത്ഥിക്കണേ. തീർത്ഥാടകർ ഞങ്ങൾ അശരണരും, അന്ത്രയോസ് ബാവ പ്രാർത്ഥിക്കണേ. ലോകാധിനാഥനോട് പ്രാർത്ഥിക്കണേ. മലങ്കര സഭയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കൊല്ലത്തെ ക്രിസ്ത്യാനികളുടെ പരമ്പരാഗത വിശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു നാമധേയമാണ് വിശുദ്ധനായ മാർ അന്ത്രയോസ് ബാബ, അതായത് കല്ലടയപ്പൂപ്പൻ. വലുതാക്കി താതാനങ്ങൾക്കായി നിത്യം പ്രാർത്ഥിക്കാം. നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ യാത്ര പുറപ്പെട്ട് സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് വന്നു. അപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കനിവുണ്ടാകണമേ, എന്റെ മകളെ കഠിനമായി ഭൂതം ബാധിച്ചിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് എന്ന് അവനോട്, നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്ന ഇവളെ പിരിച്ചുവിടണമേ എന്ന് അപേക്ഷിച്ചു. അവൻ ഉത്തരമായി, ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവളോ അടുത്തു വന്നവനെ വന്ദിച്ച്, എന്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, അതേ കർത്താവേ, നായ്ക്കളും അവയുടെ യജമാനന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അവളുടെ മകൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. യേശു അവിടെ വിട്ട് ഗലീല കടലിന്റെ തീരത്തുകൂടി കടന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. അപ്പോൾ വളരെ ജനം അവന്റെ അടുക്കൽ വന്നു. അവരിൽ മുടന്തരും കുരുടരും ഊമരും അംഗഹീനരും മറ്റു പലരും ഉണ്ടായിരുന്നു. അവരെ യേശുവിന്റെ പാദത്തിങ്കൽ കൊണ്ടുവന്ന് കിടത്തി അവനവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. ഊമർ സംസാരിക്കുകയും അംഗഹീനർ സുഖം പ്രാപിക്കുകയും മുടന്തർ നടക്കുകയും കുരുട കാഴ്ച പ്രാപിക്കുകയും ചെയ്തതുകൊണ്ട് ജനം അത്ഭുതപ്പെടുവാനുകയും ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
ചരിത്രത്തിന്റെ വഴിത്താരെ പിന്നിടുമ്പോൾ അന്ത്രയോസ് ബാവയുടെ ജീവിതകഥയുടെ ചില ഏടുകൾ തെളിഞ്ഞു വരുന്നുണ്ട്. AD 1678 അദ്ദേഹം കേരളത്തിലെത്തി. കൊച്ചിയിൽ കപ്പിലിറങ്ങി. അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം കേരളത്തിൽ അവിടെ ആരംഭിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം മുളന്തുരുത്തി പള്ളിയിലെത്തി ഏറെ നാൾ അവിടെ താമസിച്ചു. അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ യാത്ര അവിടെ നിന്നും ആരംഭിച്ച് കുറുപ്പമ്പടി, വെട്ടിക്കൽ, പിറവം, മണർകാട് എന്നീ ദേശങ്ങൾ പിന്നിട്ട് പുത്തൻകാവിലെത്തി അവിടെ ഏറെ നാൾ പാർക്കുകയുണ്ടായി. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രേക്ഷിത യാത്ര തുടർന്നു. കല്ലടയിലെത്തി കുറെ നാൾ താമസിച്ചതിനു ശേഷം അവിടെ നിന്നും യാത്ര തുടർന്ന് കുണ്ടറ, ഓടനാവട്ടം എന്നീ പ്രദേശങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനം നടത്തി തിരികെ വീണ്ടും കല്ലട ദേശത്ത് എത്തി. അങ്ങനെ കല്ലടയിൽ താമസിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു. കല്ലട വലിയ പള്ളിയുടെ വിശുദ്ധ മദ്ബഹായിൽ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനം സ്ഥിതി ചെയ്യുന്നു. കുംഭമാസം 18, 19 എന്നീ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ശ്രാദ്ധപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് കല്ലടയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലങ്കര സഭയുടെ പല ദേവാലയങ്ങളിലും അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ ഭക്തി ആദരവോടുകൂടി വിശ്വാസികൾ ആചരിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ, പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ. കബറിൽ അണയും ഏഴകൾക്കെന്നും ആശ്രയമായി കണ്ണീരൊക്കും താപസനല്ലോ നീ. പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ, പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ. അഭയം നൽകും പുണ്യപിതാവേ, അടിയങ്ങൾ ഞങ്ങൾ അണയും സവിതേ. അഭയം നൽകും പുണ്യപിതാവേ, അടിയങ്ങൾ ഞങ്ങൾ അണയും സവിതേ. ആശ്രയം നൽകണേ അതിശോഭിതനേ, അന്ത്രയോസ് ബാവ പ്രാർത്ഥിക്കണമേ. ആശ്രയം നൽകണേ അതിശോഭിതനേ, അന്ത്രയോസ് ബാവ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ, പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ. കബറിൽ അണയും ഏഴകൾക്കെന്നും ആശ്രയമായി കണ്ണീരൊക്കും താപസനല്ലോ നീ. അരികില്ലണയും ഭക്തർ തന്നെ നീറുന്ന വേദനകൾ മാറ്റേണമേ. അരികില്ലണയും ഭക്തർ തന്നെ നീറുന്ന വേദനകൾ മാറ്റേണമേ. കല്ലടവാഴും വല്യപ്പൂപ്പനെ, പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. കല്ലടവാഴും വല്യപ്പൂപ്പനെ, പാപികൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ, പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ. കബറിൽ അണയും ഏഴകൾക്കെന്നും ആശ്രയമായി കണ്ണീരൊക്കും താപസനല്ലോ നീ. പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ, പരിശുദ്ധൻ പരിശുദ്ധൻ അന്ത്രയോസ് ബാവ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ AD 52 ഈ ഭാരതഭൂമിയിലേക്ക് വന്നു. അതിനുശേഷം പലരും ഈ ഭാരതഭൂമിയിലേക്ക് വരികയും ഇവിടെ സുവിശേഷ പ്രചരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്തുകയും ചെയ്തു. 1678 മലങ്കരയിലെത്തിയ ഒരു പിതാവാണ് പരിശുദ്ധ അന്ത്രയോസ് ബാവ. അദ്ദേഹം ഇവിടെ വന്ന് പല സ്ഥലങ്ങൾ സന്ദർശിച്ചു. രണ്ടാം മാർത്തോമായുടെ ഭരണകാലത്താണ് അദ്ദേഹം ഇവിടെ വരുന്നത്. 1682 കല്ലടയിലെത്തുകയും 92 വരെ ഇവിടെ ജീവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ധാരാളം വിശ്വാസികൾ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് വരികയും രോഗികളായിരുന്നവർക്ക് അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടുകയും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയും ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തെക്കൻ മേഖലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ
ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദേവാലയമാണ് പടിഞ്ഞാറേക്കല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം. പരിശുദ്ധനായ അന്ത്രയോസ് ബാവയുടെ കബറ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മുഖാന്തരം അനേകം തീർത്ഥാടകർ, അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരികയും പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് ധാരാളവും സമർത്ഥവുമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അനേകർക്ക് ധാരാളം കാര്യങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താനായിട്ടുണ്ട്. പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഈ ദേവാലയം ചരിത്ര പ്രസിദ്ധമാണ്. ഇവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് മതമൈത്രിയുടെ ഈറ്റില്ലമായിട്ട് അറിയപ്പെടുന്നു. നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശമാണ് കല്ലട. പ്രാചീന കാലത്തും ഹൈന്ദവ സഹോദരങ്ങൾ ഏറെ പാർത്തിരുന്ന ഈ ദേശം നാട്ടുരാജാക്കന്മാരുടെ സഹകരണത്തോടെയും സഹായത്തോടെയുമാണ് ഈ ദേവാലയം ആരംഭിച്ചത്. പരിശുദ്ധ അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ഈ ദേശത്തിന് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ പേർക്കും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. പെരുന്നാളിന് ഒരുക്കമാകുമ്പോൾ മുതൽ തന്നെ എല്ലാ പേരും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരികയും ദേവാലയത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുചേരുകയും ചെയ്യുന്ന രീതി പഴയ കാലം മുതൽ തന്നെ ആരംഭിച്ചതാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള പല നേർച്ചകളും കൊടി, മെഴുകുതിരി, മുത്തുകൊട, അതുപോലെ കിണറിലെ വെള്ളം പാളയം കയറും ഉപയോഗിച്ച് കോരിക്കുടിച്ച് അനുഗ്രഹം പ്രാപിക്കുക, ഇതൊക്കെ വ്യത്യസ്തമായ മത അനുഭവങ്ങളിൽ നിന്ന് വളർന്നു വന്ന ആചാരങ്ങളാണെന്ന് തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ദേശക്കാർ യാതൊരു വ്യത്യാസവും കൂടാതെ ഒരുപോലെ ആദരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ ദേവാലയമായി ഈ കല്ലട വലിയ പള്ളി പരിശുദ്ധ അന്ത്രയോസ് ബാവയുടെ കബറിടം ഇന്ന് വളർന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നു. കുട്ടികളുടെ കൗതുക വസ്ത്രങ്ങൾക്കും ന്യൂ ബോൺ ആക്സസറീസിനും ഓൾ ഇൻ ഓൾ ബേബി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. കുട്ടികൾക്കും കുട്ടികളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളുടെ ഷോറൂമിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ മോഡലുകളും തെരഞ്ഞെടുത്ത ഫാഷനുകളും കുട്ടികളുടെ കൗതുക വസ്ത്രങ്ങൾക്കും ന്യൂ ബോൺ ആക്സസറീസിനും ഓൾ ഇൻ ഓൾ ബേബി ഷോപ്പ്, പള്ളിമുക്ക്, വലിയ കുളങ്ങര, ഓച്ചിറ. ഫോൺ 047626900803 9496740595. അതെന്താടാ? എടാ കുഞ്ഞ്, ഇവിടുത്തെ വെള്ളം കുടിച്ചാൽ ഒരസുഖം വരില്ല. ഇവിടെ ജീവനാക്കയുടെ വാട്ടർ ഫിൽറ്ററാ ഉപയോഗിക്കുന്നത്. ആജീവനാന്ത ഗ്യാരണ്ടിയോടുകൂടി ചെറുതും വലുതുമായി നിർമ്മിച്ചു നൽകുന്ന വാട്ടർ ഫിൽട്ടർ ജീവന അക്വ ഹൈസ്കൂൾ ജംഗ്ഷൻ, കിഴക്കുവശം, കരുനാഗപ്പള്ളി. മൊബൈൽ 9946385559 9497781419. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. മൂക്ക്, ചെവി, ചുണ്ട് എന്നിവയുടെ ആകൃതി വൈകല്യം മൂലമുണ്ടാകുന്ന വൈരൂപ്യങ്ങൾ, മുഖാസ്ഥികളുടെ ആകൃതി വ്യതിയാനം മൂലമുണ്ടാകുന്ന വൈരൂപ്യങ്ങൾ, അപകടങ്ങളാൽ മുഖാസ്ഥികൾക്ക് സംഭവിക്കുന്ന ഒടിവുകൾ, മുഖത്തും വായിലും ഉണ്ടാകുന്ന മുറിവുകൾ, മുറിവ് പാടുകൾ, മുച്ചെറി പോലുള്ള വൈകല്യങ്ങൾ, മുറിഞ്ഞ കാതുകൾ, മുഴകൾ, മറുകുകൾ, സംസാര വൈകല്യമുണ്ടാക്കുന്ന നാവിലെ കെട്ട്, മുഖത്തും വായിലുമുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ നിർണയവും ചികിത്സകളും തുടങ്ങി മുഖസംബന്ധമായ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. ഓച്ചിറ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് ചൂനാട് റോഡിന്റെ സൈഡിലായി സ്ഥിതി ചെയ്യുന്നു. ഫോൺ 9400769321 9744989898. അൽഷിഫ ഫേഷ്യൽ സർജറി സെന്റർ, ഓച്ചിറ. കല്ലടപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരമസിദ്ധന്റെ പ്രാർത്ഥന ജാതിമത ഭേദമന്യേ ഈ ദേശത്തിന് മുഴുവനും അനുഗ്രഹത്തിന് മുഖാന്തിരമായിരിക്കുന്നു. കർത്തൃശിഷ്യനായ സെന്റ് തോമസിന്റെ AD 52 ആഗമനം കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അടിത്തറ. ക്രിസ്തീയ സുവിശേഷ പ്രചരണാർത്ഥം എത്തിയതായ അദ്ദേഹത്തിന് തന്റെ ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിച്ചതിന്റെ ഫലമായി മലയാള മണ്ണിൽ ആത്മീയതയുടെ വിത്ത് പാകിക്കൊണ്ട് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് 7 പള്ളികൾ ഉയർന്നു. AD 825 കൊല്ലത്ത് ജീവിതം ആരംഭിച്ച ക്രൈസ്തവ സമൂഹം ആരാധനയ്ക്കായി അവിടെ ഒരു പള്ളി പണിതു. അതിന്റെ കുരിശു പള്ളിയായാണ് കല്ലട പള്ളി സ്ഥാപിച്ചത്. കിഴക്കേ കല്ലടയിലെ ഇലുവുക്കാവ് എന്ന സ്ഥലത്തായിരുന്നു ആദ്യം ഈ പള്ളി പണിഞ്ഞത്. കൊല്ലം രാജാവിന്റെ കീഴിൽ ഭരണം നടത്തിയിരുന്ന ഇടപ്രഭുക്കന്മാരുടെ സഹായ സഹകരണങ്ങളോടെ നിർമ്മിച്ച ഈ ദേവാലയത്തിൽ വിശ്വാസികൾ കർമാനുഷ്ഠാനങ്ങൾ നടത്തി വന്നിരുന്നു.
മലയാള നാട്ടിൽ ആരാധനയ്ക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ആരാധിക്കുവാൻ തക്കവണ്ണം പടിഞ്ഞാറെ കല്ലടയിലെ നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ കല്ലട വലിയ പള്ളി പരിശുദ്ധ മോർ അന്ത്രയോസ് ബാവായുടെ സാന്നിധ്യം മൂലം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. AD 9-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതായ ദേവാലയം കാലക്രമേണ ക്രൈസ്തവ സമൂഹം വർദ്ധിച്ച് ജീവിത സൗകര്യാർത്ഥം പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചപ്പോൾ കല്ലടയിലും പരിസരങ്ങളിലുമുള്ളവർ ആദ്യമൊക്കെ ആരാധനയ്ക്കായി കല്ലടപ്പള്ളിയിൽ കൂടി വരികയും എന്നാൽ പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ ദേവാലയങ്ങളുണ്ടാക്കി ആരാധിക്കുവാൻ തുടങ്ങി. എങ്കിലും പുരാതന ദേവാലയം എന്ന നിലയിലും തങ്ങളുടെ പൗരാണികർ ആരാധിച്ചിരുന്ന ദേവാലയം എന്ന നിലയിലും വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന ഏവരും ഒരുമിച്ചുകൂടി അന്ത്രയോസ് ബാവായുടെ കബറിങ്കിലെത്തി ആരാധിക്കുന്ന പതിവ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. AD 2000-ലാണ് ഇപ്പോഴുള്ള പള്ളി കൂദാശ ചെയ്തത്. അതിനു മുൻപുണ്ടായിരുന്ന ദേവാലയത്തിന് ഏകദേശം 700 വർഷത്തെ പഴക്കം ഊഹിക്കാവുന്നതാണ്. ആ പള്ളി അതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയിലെ സൗകര്യക്കുറവ് മൂലം പുനർനിർമ്മിച്ചതാണെന്ന പാരമ്പര്യം ഉണ്ട്. പരിശുദ്ധ അന്ത്രയോസ് ബാവായുടെ സാന്നിധ്യം മൂലം അനുഗ്രഹീതമായ ദേവാലയം, അതിനോടനുബന്ധിച്ച് അന്ത്രയോസ് ബാവ താമസിച്ചിരുന്നതായ പള്ളിമേടയും സ്വർഗാധിരാജനോട് പ്രാർത്ഥിക്കണേ. അങ്ങാണനായക എൻ മധ്യസ്ഥൻ സ്വർഗാധിരാജനോട് പ്രാർത്ഥിക്കണേ. തീർത്ഥാടകർ ഞങ്ങൾ അശരണരും അന്ത്രയോസ് ബാവാ പ്രാർത്ഥിക്കണേ. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ പള്ളിക്കിണറും അദ്ദേഹം സ്ഥിരമായി സന്ദർശിച്ചിരുന്ന പള്ളിക്കടവും ഒക്കെ പുണ്യ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു. മലങ്കര സഭയിലെ തന്നെയല്ല, തെക്കൻ കേരളത്തിലെ ഈ ദേവാലയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മലങ്കര സഭ അധ്യക്ഷൻ 2009 മെയ് മാസത്തിലാണ് ഈ ദേവാലയത്തെ മലങ്കര സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. പ്രത്യേകിച്ചും ജാതിമത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കഴിയുന്ന ഒരു ദേശത്തെ ആരാധനാലയം എന്ന നിലയിൽ ഈ പള്ളിയിലെ നേർച്ചകൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ പൗരാണികമായ എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്നതുപോലെ ഈ ദേവാലയത്തിന് മുമ്പിലുമുള്ള കുളം പരിശുദ്ധ അന്ത്രയോസ് ബാവായും ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രങ്ങൾ സാക്ഷിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പള്ളിക്കിണറ്റിലെ വെള്ളം ഇന്ന് ഭക്തരായ മനുഷ്യർ നേർച്ചയോടെ പാളയും കയറും ഉപയോഗിച്ച് അതിലെ ജലം കോരി കുടിച്ച് അനുഗ്രഹീതരാകുന്നു. ആദിയും വ്യാധിയും തീർത്തു തരാനായി താതനോടിന്ന് യാചിക്കണേ. ലോകാധിനാഥനോട് പ്രാർത്ഥിക്കണേ. അതുപോലെ മുത്തുക്കുട, കൊടി, മെഴുകുതിരി തുടങ്ങിയ നേർച്ചകളും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ക്രൈസ്തവർ മാത്രമല്ല, ദേശത്തെ വിവിധ മതസ്ഥരായ ഏവരും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ ദേവാലയത്തെ കാണുകയും ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും സാഹോദര്യ ബന്ധത്തോടെ ഈ ദേവാലയത്തിൽ ഒത്തുകൂടുന്നത് കാണുന്നതും ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്.
നിങ്ങളുടെ ആരാധനാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ചരിത്രവും ഉത്സവങ്ങളും ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് കാണുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. പൂജ ക്രിയേഷൻസ്, എറണാകുളം. മൊബൈൽ 9349294188 8893457414. ഇമെയിൽ poojaCreations1178@gmail.com. ട്രാവൻകൂർ ജുവൽസ്, കരുനാഗപ്പള്ളി. ട്രാവൻകൂർ ജുവൽസ് വിജയകരമായ 4ാം വർഷത്തിലേക്ക്. പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലുതും വിശാലവുമായ ഷോറൂം. കേരള, ബോംബെ, കൽക്കട്ട, സിംഗപ്പൂർ, ചെട്ടിനാട് ടെമ്പിൾ കളക്ഷനുകളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ. 2500 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെയും നവരത്ന മോതിരങ്ങളുടെയും ജന്മനക്ഷത്ര കല്ലുകളുടെയും പ്രത്യേക ശേഖരം. വെള്ളി ആഭരണങ്ങൾ, വെസലുകൾ, 920 പ്യൂരിറ്റിയുള്ള ഇറ്റാലിയൻ സിൽവർ എന്നിവയ്ക്കായി പ്രത്യേക കൌണ്ടർ. ടൈറ്റൻ ഫാസ്റ്റ് ട്രാക്ക് വാച്ചുകളുടെ ഏറ്റവും പുതിയ മോഡലുകൾ കമ്പനി ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ടൈറ്റൻ സൂപ്പ് വാച്ചുകളും ലഭ്യമാണ്. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ തുക അഡ്വാൻസായി നൽകി കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാം. എല്ലാ ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ട്രാവൻകൂർ ജുവൽസ്, ഭവാനി ട്രേഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് മോഡൽ സ്കൂൾ, കരുനാഗപ്പള്ളി. ഫോൺ 262741 262841. ഓൾ ഇൻ ഓൾ ലേഡീസ് ഓൺലി, തെലിങ്കേരി ഷോപ്പ്, പള്ളിമുക്ക്, വലിയകുളങ്ങര, ഓച്ചിറ. ബ്രാൻഡഡ് ലേഡീസ് ഇന്നർ വെയറുകൾക്കും മാറ്റേണിറ്റി വെയറുകൾക്കും കോസ്മെറ്റിക്സിനും മാത്രമായി ഓൾ ഇൻ ഓളിന്റെ പുതിയ സംരംഭം ഓൾ ഇൻ ഓൾ ലേഡീസ് ഓൺലി, തെലിങ്കേരി ഷോപ്പ്, പള്ളിമുക്ക്, വലിയകുളങ്ങര, ഓച്ചിറ. എ ന്യൂ വെഞ്ചർ ഫ്രം ദ ഹൌസ് ഓഫ് ഓൾ ഇൻ ഓൾ. ഫോൺ 047626900803 9496740595. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ 2016 അന്ത്രയോസ് ബാവയുടെ ശ്രാദ്ധ പെരുന്നാൾ വളരെ തീർത്ഥാടക പ്രവാഹം കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനായിട്ട് അനേകം വിശ്വാസികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവയുടെ കല്ലട വല്യപ്പൂപ്പന്റെ 324ാമത് ഓർമ്മ പെരുന്നാളനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് ഈ ദേവാലയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ പരിപാടികളോട് ചേർന്ന് ഭക്തി ആദരപൂർവമായി ആഘോഷിക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ ദേശത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള അനേകം തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പെരുന്നാളിന് എല്ലാവിധമായ ആശംസകളും. 9ാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഈ ദേവാലയം പരിശുദ്ധ കന്യാമർത്തമറിയമ്മയുടെ നാമത്തിലാണ് ദേവാലയം സ്ഥാപിതമായെങ്കിലും ഇവിടുത്തെ പ്രധാന പെരുന്നാൾ പരിശുദ്ധ മാർ അന്ത്രയോസ് ബാവായുടേതാണ്. അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വളരെ പ്രസിദ്ധമാണ്. നാനാജാതി മതസ്ഥര് ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ താമസിക്കുകയും ഈ പെരുന്നാളിന് വേണ്ട എല്ലാ നേതൃത്വവും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന അന്ത്രയോസ് ബാവയുടെ കബറിടത്തിലേക്ക് വന്ന എല്ലാ നാനാജാതി മതസ്ഥർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കല്ലട വല്യപള്ളിയുടെ നാമധേയത്തിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. മലങ്കര സഭയെന്നും വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കുന്നുണ്ട്. കല്ലട സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഏറ്റവും പ്രധാനമായ ഓർമ്മ പെരുന്നാളാണ് പരിശുദ്ധനായ മാർ അന്ത്രയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ. ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനേകം വിശ്വാസികൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. അപരിശുദ്ധന്റെ മധ്യസ്ഥത ദേശനിവാസികൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ മംഗളമുഹൂർത്തങ്ങൾ എന്തു തന്നെയാകട്ടെ, ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കാണുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. ചിത്രീകരണം പൂർത്തിയായ TV പ്രോഗ്രാമുകൾ ദർശന ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. TV പ്രോഗ്രാമുകളിലേക്ക് കഴിവുള്ള പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? നിങ്ങളുടെ ബിസിനസ് വിശേഷങ്ങൾ ദർശന ടിവിയിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ അവസരമൊരുക്കുന്നു. പൂജ ക്രിയേഷൻസ്, കരുനാഗപ്പള്ളി. കിനാവിൽ കണ്ട ചിത്രത്തിന് സാക്ഷാത്കാരവുമായി പൂജ ക്രിയേഷൻസ്, കരുനാഗപ്പള്ളി. നൂതന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വിവാഹ ഫോട്ടോകൾ, വീഡിയോ ആൽബങ്ങൾ, ഫാഷൻ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ആൽബം, മാഗസിൻ ആൽബം എന്നിവ ചെയ്തു കൊടുക്കുന്നു. LCD മോണിറ്റർ, ജിം എന്നിവ ഉപയോഗിച്ച് വിവാഹ വീഡിയോ ചിത്രീകരണം തത്സമയം സംപ്രേഷണം ചെയ്യുന്നു. പരസ്യ ചിത്രീകരണ രംഗത്തും പുതുപുത്തൻ ടെക്നോളജിയുമായി പൂജ ക്രിയേഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വപ്ന സാക്ഷാത്കാരവുമായി
പൂജ ക്രിയേഷൻസ് എറണാകുളം. ബ്രാഞ്ച് ഹൈസ്കൂൾ ജംഗ്ഷൻ കരുനാഗപ്പള്ളി. മൊബൈൽ 9349294188 8893457414. കരുനാഗപ്പള്ളിയിലെ ഏക സമ്പൂർണ്ണ വസ്ത്രാലയം തുപ്പാശ്ശേരിൽ ക്ലോത്ത് സെന്റർ. വിലക്കുറവിനും വിശ്വസ്തതയ്ക്കും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി തുപ്പാശ്ശേരിൽ ക്ലോത്ത് സെന്റർ, കരുനാഗപ്പള്ളി. ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾ. നിങ്ങൾക്കിഷ്ടപ്പെടും വിധമുള്ള വസ്ത്രങ്ങൾ. തുപ്പാശ്ശേരിയുടെ മാത്രം പ്രത്യേകത. ലോഗോൺ ടു www.tupasheri.com. എന്റെ കണ്ണുനീരും തീരാദുരിതങ്ങളും തീർത്തുരന്ത്രയുസ്പാവക പെരുനാള. എന്റെ നിദ്രയിലും തുണനീഴലുപോലെ വല്യപ്പൂപ്പന്റെ കൃപ കടലുപോലെ പ്രാർത്ഥന മുഴങ്ങുന്നതുപോലെ എന്റെ കണ്ണുനീരും തീരാദുരിതങ്ങളും തീർത്തുരന്ത്രയുസ്പാവക പെരുനാള. ഇരുൾ വീഴും പാതയിൽ മെഴുതിരിയേന്തി നടന്നു തെരുവുകൾ അനവധി കടന്നു. വഴി നീളെ കുടിനീരും തൊഴുകയുമായി നിറന്നു മാനവർ നിൻ കൃപ തേടി. നടന്നു കുഴഞ്ഞു ഞാൻ പുഴയോരത്തെത്തുമ്പോൾ ഹൃദയം മന്ത്രിച്ചു അകലയല്ല അകലമില്ല. എന്റെ കണ്ണുനീരും തീരാദുരിതങ്ങളും തീർത്തുരന്ത്രയുസ്പാവക പെരുനാള. എന്റെ നിദ്രയിലും തുണനീഴലുപോലെ വല്യപ്പൂപ്പന്റെ കൃപ കടലുപോലെ പ്രാർത്ഥന മുഴങ്ങുന്നല പോലെ. സ്മൃതിരേഖകൾ എങ്ങും നിറഞ്ഞൊരു ദേവാലയമിതു. എത്ര മഹത്വം ഈ പുണ്യഭൂമിയിൽ ചുറ്റി നടക്കുന്ന കാറ്റിനുമറിയാം നിന്റെ ചരിതം. കരഞ്ഞു സവിധത്തിൽ കഥനങ്ങൾ വെക്കുമ്പോൾ കരുണാമയനോട് ചൊല്ലിടണം, എല്ലാം ചൊല്ലിടണം. എന്റെ കണ്ണുനീരും തീരാദുരിതങ്ങളും തീർത്തോരന്ത്രയുസ്പാവക പെരുനാള. എന്റെ നിദ്രയിലും തുണനീഴലുപോലെ വല്യപ്പൂപ്പന്റെ കൃപ കടലുപോലെ.